നെല്ലിക്ക കൊണ്ട് മറ്റൊരു അച്ചാർ റെസിപ്പി ഇവിടെ കാണാം. നേരത്തെ എരിവുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു. ഇന്ന് ലേശം എരിവും മധുരവും ഒക്കെ ഉള്ളൊരു വെറൈറ്റി അച്ചാർ. അതിനായിട്ട് ഏകദേശം 1 കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകി ഒരു 15 മിനിറ്റോളം ആവി കയറ്റിയിട്ട് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ട മസാലകൾ റെഡിയാക്കാം. ഓരോ ടേബിൾ സ്പൂൺ വീതം പെരുംജീരകം, നല്ല ജീരകം, കടുക്, കരിഞ്ജീരകം, കലോഞ്ചി എന്ന് പറയും, 1/2 സ്പൂണ് ഉലുവ. ഇതൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല, മുഴുവനോടെയായിട്ട് ആണ് അച്ചാറിൽ ചേർത്ത് കൊടുക്കുന്നത്. ഉരുളി ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. 3 വറ്റൽമുളക് ഇട്ട് വഴറ്റിയതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കുക. മസാലകൾ വേറെ ചേർക്കാം, ഞാനെല്ലാം ഒരുമിച്ച് ചേർക്കുന്നേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. നന്നായി വഴണ്ട് വന്നതിന് ശേഷം തയ്യാറാക്കി വെച്ച നെല്ലിക്ക കഷ്ണങ്ങൾ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മധുരത്തിനായിട്ട് ഏകദേശം 300 ഗ്രാമോളം ശർക്കര പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൽക്കണ്ടം പൊടിച്ചത് ചേർത്തും തയ്യാറാക്കാം. ശർക്കര ചേർത്ത് തയ്യാറാക്കുന്നതാണ് കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മധുരം കുറച്ചുകൂടെ ആവശ്യമുള്ളൊരു ലേശം കൂടെ ആവാം. ശർക്കരയൊക്കെ ഉരുക്കി നെല്ലിക്കയിലെ വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് നേരം അടച്ചു വെച്ച് സ്ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ നെല്ലിക്കയൊക്കെ വെന്ത് ഈ ഒരു പരുവത്തിൽ കട്ടിയാകുമ്പോൾ തീ ഓഫ് ചെയ്ത് വാങ്ങാം. ഉണങ്ങിയ കുപ്പികളിൽ എടുത്ത് വെച്ച് ഈർപ്പം തട്ടാതെ സൂക്ഷിച്ചാൽ ഏകദേശം 3 ആഴ്ചയോളം ഫ്രിഡ്ജിലൊന്നും വെക്കാതെ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയും കൂട്ടി കഴിക്കാൻ, വെറുതെ കഴിക്കാവാം. നെല്ലിക്കയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി 1 സ്പൂൺ എല്ലാ ദിവസവും കൊടുക്കുന്നത് നല്ലതാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഒപ്പം സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.